സംസ്ഥാനത്തെ SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 24 ലക്ഷത്തിലധികം പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. SIR 2026 കരട് വോട്ടർ പട്ടിക ഡ്രാഫ്റ്റ് റോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 28,50,855 2,78,50,855 ഇതായിരുന്നു 27 ഒക്ടോബർ 2025 കൂടി നമ്മൾ ഫ്രീസ് ചെയ്ത ലിസ്റ്റ്. പിന്നെ നമുക്ക് ആൾക്കാർ പൂരിപ്പിച്ച് തിരികെ ലഭ്യമാക്കിയിട്ടുള്ള എനുമറേഷൻ ഫോമിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2,52,42,352. ഇത് 91.35% ആണ് നിലവിലുള്ള എനുമറേഷൻ ഫോംസ് പൂരിപ്പിച്ച് തിരികെ ലഭ്യമാക്കിയിട്ടുള്ള ആൾക്കാരുടെ ഒരു കണക്ക്. ബാക്കി 8.65%, അതായത് 24,08,503, 24,08,503. These are uncollectibles. So അതിൽ ഡെഡായിട്ട് വന്നിട്ടുള്ളവർ 6,49,885. ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസിൻ്റെ പീരിയഡ് 23 ഡിസംബർ മുതൽ 22 ജനുവരി വരെ ഉള്ളതാണ്. സാധാരണഗതിയിൽ വോട്ട് ചേർക്കുന്നതിനെയാണ് അഭിമാനത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയാറുള്ളത്. ഇത് 24 ലക്ഷം പേർ, 24 ലക്ഷം പൗരന്മാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ട സംഭവത്തെയാണ് ഇത്തരത്തിൽ കേൽക്കർ അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ മാനസ കൂടി ചേരുകയാണ്. മാനസ, 63 ലക്ഷത്തിലധികം പേരാണ് ബീഹാറിൽ തഴയപ്പെട്ടത്. അതേ മാതൃകയിൽ അതിൻ്റെ ജനസംഖ്യാ പ്രൊപ്പോർഷൻ നോക്കുമ്പോൾ 24 ലക്ഷം പേർ കേരളത്തിൽ പോകുന്നു. അതിനേക്കാൾ വലുതാണ് ബീഹാറിൽ പുറത്തായതിനേക്കാൾ ഒരുപക്ഷെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ 24 ലക്ഷം പേർ പുറത്ത്, ആശങ്കകളൊക്കെ ശരിവെക്കുകയാണ്. എന്തൊക്കെയാണ് കരട് വോട്ടർ പട്ടികയുടെ വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിലായിരുന്നു കൂടുതൽ വിവരങ്ങൾ കമ്മീഷണർ അറിയിച്ചത്. അതായത് സംസ്ഥാനത്തെ SIRന്റെ കരട് പട്ടികയാണ് ഇന്ന് 5 മണിയോടെ പ്രസിദ്ധീകരിച്ചത്. ഈ കരട് പട്ടികയിൽ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം എന്ന അറിയിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വോട്ടർ പട്ടികയിലുള്ള 24,08,503 പേരെയാണ് കണ്ടെത്താനാകാത്തത്. ഈ കണ്ടെത്താനാകാത്തവർ എന്ന് പറയുമ്പോൾ അതിൽ വിവിധ വിഭാഗങ്ങളിലായാണ്. അതായത് മരിച്ചവരുണ്ട്, കണ്ടെത്താൻ കഴിയാത്തവരുണ്ട്, താമസം മാറിയവരുണ്ട്, അതോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതൽ തവണ പേര് ചേർത്തവരുണ്ട്. ബാക്കി മറ്റുള്ളവർ എന്ന വിഭാഗത്തിലാണ് വരുന്നത്. അതിൽ 6.49 ലക്ഷം പേർ മാത്രമാണ് മരിച്ചവരിൽ വരുന്നത്. ഒപ്പം 6.45 ലക്ഷം കണ്ടെത്താൻ കഴിയാത്തവരാണ്. 8.16 ലക്ഷം താമസം മാറിയവരും 1.36 ലക്ഷം ഒന്നിൽ കൂടുതൽ തവണ പേരുള്ളവരുമാണ്. അപ്പം 1.6 ലക്ഷം മറ്റുള്ളവരുടെ കണക്കുമാണ്. ഒപ്പം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ സൂചിപ്പിച്ചത്. ഈ എനുമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയത് 2,54,42,352 പേരാണ്. അപ്പോൾ ബാക്കിയുള്ള 24 ലക്ഷത്തോളം ഏകദേശം ആളുകളുണ്ട്. അവരെയൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഫോം പൂരിപ്പിച്ച് നൽകി അവസാനം കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചു. ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരോ അല്ലെങ്കിൽ പരാതികൾ ഉള്ളവരോ അല്ലെങ്കിൽ പേരിൽ മാറ്റം വരുത്തേണ്ടവരുണ്ടെങ്കിലോ തിരുത്തേണ്ടവരോ ആഡ് ചെയ്യേണ്ടവരോ ഉണ്ടെങ്കിൽ അതിനായുള്ള സമയം 1 മാസം നൽകുന്നുണ്ട് എന്ന അറിയിപ്പും കൂടി ഉണ്ട്. ആ 1 മാസത്തിനകം ഇത്തരത്തിലുള്ള വിവരങ്ങൾ DLOമാർ വഴി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഓഫീസ് വഴിയൊക്കെയും തന്നെ വോട്ടർമാർക്ക് നൽകാം അല്ലെങ്കിൽ അപേക്ഷ നൽകാമെന്ന അറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതായത് ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയം 2025 ഡിസംബർ 23 മുതൽ, അതായത് ഇന്ന് മുതൽ അടുത്ത വർഷം ജനുവരി 22 വരെ 1 മാസം സമയമുണ്ട്. ഒപ്പം പരാതികൾ തീർപ്പാക്കുന്നത് അടുത്ത വർഷം ഫെബ്രുവരി 14 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അടുത്ത വർഷം ഫെബ്രുവരി 21 കൂടിയാണ്. ഇതുവരെയും പരാതികളും അഥവാ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, ഒഴിവാക്കപ്പെട്ടവരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ, ആക്ഷേപങ്ങൾ തീർച്ചയായും അങ്ങനെ പൗരബോധത്തിൽ ഉദ്ദേശങ്ങൾ തടഞ്ഞ് അതിനപ്പുറത്തേക്ക് പോകാനുള്ള പ്രവൃത്തികൾ പൗരന്മാരെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് കൂടിയുണ്ട്. അതുകൂടിയാണ് മാധ്യമങ്ങൾ എന്ന നിലയിൽ നമ്മുടെ കടമയും. എന്തായിരുന്നാലും കരട് വോട്ടർ പട്ടികയുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് മാനസ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.